സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഫാസ്റ്റ് ട്രാക്ക് കോടതികളടക്കം സ്ഥാപിക്കാനുള്ള തീരുമാനമടക്കം പുറത്തു വന്നിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറുകയാണ് രാജ്യത്ത് പലയിടങ്ങളായി നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ. കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ചൊരു പോലീസ് വാഹനം തടയുന്ന പെൺകുട്ടിയുടെ ദൃശ്യത്തിന് വലിയ സ്വീകാര്യതയാണ് സൈബർ ഇടങ്ങളിലൊക്കെ കിട്ടിയത്. റിയ അഹിർ എന്ന പെൺകുട്ടി മഴയത്ത് ഒറ്റയ്ക്ക് പോലീസ് വാൻ തടഞ്ഞു നിർത്തുന്ന ദൃശ്യം സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന എല്ലാവരും പരസ്പരം പങ്കുവച്ചു. ജൻസി പ്രതിഷേധങ്ങളുടെ മുഖങ്ങളിലൊന്നായി റിയയും മാറുകയാണ്. ഒറ്റയ്ക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന ചോദ്യം ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറാൻ ആളുകൾ ന്യായീകരണമായി പറയാറുണ്ട്. എന്നാൽ ഒറ്റയ്ക്കൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് മുംബൈയിൽ നിന്ന് ഒരു 27-കാരി. മുംബൈയിൽ പ്രതിഷേധക്കാരുമായി പുറപ്പെട്ട പോലീസ് വാൻ മുന്നിൽ നിന്ന് തടഞ്ഞു നിർത്തിയ റിയ അഹിർ എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ താരം. ദില്ലിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച മുംബൈ ദാദറിലെ ശിവാജി പാർക്കിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ പോലീസ് വാനിലേക്ക് കയറ്റുന്നത് കണ്ടാണ് റിയ ഓടി വന്നത്. അപ്പോൾ ശിവാജി പാർക്കിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഒരു ഹൂട്ടിയുമിട്ട് ആ പെൺകുട്ടി പോലീസ് വാനിന് മുന്നിലേക്ക് കയറി നിന്നു. വാൻ പതിയെ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ തന്റെ കൈകൾ വാനിലേക്ക് മുകളിൽ വെച്ച ആസാദി മുദ്രാവാക്യം ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഇത് കേട്ട ആവേശഭരിതരായ മറ്റു വിദ്യാർത്ഥികൾ റിയയുടെ മുദ്രാവാക്യം ഏറ്റുവിളിച്ചുകൊണ്ട് ഒപ്പം കൂടി. റിയയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികൾ വാനിന് മുന്നിൽ നിന്ന് മാറുമെന്ന് കരുതി പോലീസ് കാത്തിരുന്നെങ്കിലും അവർ ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോകാൻ തയ്യാറായില്ല. ഒടുവിൽ പരാജയം സമ്മതിച്ച പോലീസിന് കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ മോചിപ്പിക്കേണ്ടി വന്നു. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ജൻസി പ്രതിഷേധത്തിന്റെ മുഖമായി മാറി റിയ. നടിയും ഇൻഫ്ലുവൻസറുമായ റിയ ഒരു സംരംഭക കൂടിയാണ്. മുംബൈയിലെ നിരവധി കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ശക്തമായ സമരം തുടരുന്നു. റിസർച്ച് ഡെസ്ക്, റിപ്പോർട്ടർ. നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നാരി ശക്തി എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. റിയയുടെ പിക്ചർ ആയിരിക്കും ഏറ്റവും അധികം വരുന്നത്. റിയയുടെ മാത്രമല്ല, ഈ സമരവേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഒരു ബാഗ് പുറകിലിട്ടുകൊണ്ട് ഒരു ലാത്തി വീശാൻ നിൽക്കുന്ന പോലീസുകാരന് പിന്തിരിഞ്ഞ് ഒരു വലിയ പറ്റം മനുഷ്യരെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയും ഇതുപോലെ എല്ലാ ആളുകളും പങ്കുവെക്കപ്പെട്ട ചിത്രങ്ങൾ AI വേർഷനുകളായി മാറുകയാണ്. ഈ ചിത്രങ്ങളുടെ ഒക്കെ അങ്ങനെ ആ തോതിൽ പങ്കുവെക്കുകയാണ്. നോക്കൂ, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ എന്ന് പറയുകയും അത് അങ്ങനെ പറയുന്ന സർക്കാരിന്റെ പോലീസ് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ലാത്തി വെച്ചടിക്കുന്ന സംവിധാനമാണോ, അതോ ഏത് അധികാരവും മുന്നോട്ട് വന്നുകൊള്ളട്ടെ, ഞങ്ങൾ അതിനെ തടയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കുകയും ചെയ്യുന്ന പെൺകുട്ടികളാണോ യഥാർത്ഥത്തിലുള്ള നാരീശക്തി എന്നത് ചിന്തിക്കേണ്ടതാണ് എന്നത് സംസാരിക്കുകയാണ് രാജ്യം.